31 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുമായി തൊടുപുഴ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ സീനിയർ അധ്യാപിക ശ്രീമതി ശ്രീജ ആർ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും 2025 മെയ് 31 വിരമിക്കുകയാണ്. 1969 കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളി കുടുക്കപ്പാറ പുത്തൻപുരയിൽ ശ്രീ കെ രാമകൃഷ്ണന്റെയും ശ്രീമതി VP പാർവതിയമ്മയുടെയും 7 മക്കളിൽ 5ാമത്തെ മകളായിട്ടായിരുന്നു ജനനം. സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രിയങ്കരിയായിരുന്ന ശ്രീമതി ശ്രീജ ആർ തന്റെ പഠനകാര്യങ്ങളിലും മികവ് പുലർത്തി. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പാല ലാലം LP സ്കൂളിൽ നിന്നുമാണ്. തുടർന്ന് സെന്റ് ജോർജ് ഹൈസ്കൂൾ ഉടുമ്പന്നൂരിൽ ഹൈസ്കൂൾ പഠനം, അൽഫോൻസ കോളേജ് പാലായിൽ നിന്നും പ്രീ ഡിഗ്രിയും സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഡിഗ്രിയും പൂർത്തിയാക്കി. പഠനത്തിലും തന്റെ കർമ്മരംഗത്തിലും സ്വന്തം ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീജ ടീച്ചർ വിദ്യാഭ്യാസ ഘട്ടം പൂർത്തിയാക്കിയ ഉടനെ തന്നെ 1994 ബീഹാർ ശ്രീ ശങ്കര മിഷൻ ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. 4 വർഷത്തെ സേവനത്തിന് ശേഷം 1999 ഹൈദരാബാദിൽ ഇംഗ്ലീഷ് ജോഗ്രഫി അധ്യാപികയുടെ വേഷമണിഞ്ഞു. 2000 മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗൂഡാർവിളയിൽ ഹിന്ദി അധ്യാപികയായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. 2001 മുതൽ 2017 വരെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേവികുളത്ത് ജോലി നോക്കി വരവെ 2017 ഗവൺമെന്റ് ഹൈസ്കൂൾ അരിക്കുഴയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും 2018 ജൂൺ 6 നമുക്ക് സ്വന്തമായി, നമ്മുടെ സ്കൂളിന്റെ സ്വന്തമായി ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരമറ്റത്ത് എത്തിച്ചേർന്നു. ഈ പറയുമ്പോഴെല്ലാം ശ്രീജ ടീച്ചറിന്റെ ഉള്ളിലെ ഒരു നല്ല കവയിത്രിയെ നാം വിസ്മരിച്ചുകൂടാ. ടീച്ചറുടെ ഹിന്ദി കവിതയ്ക്ക് മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുകയും മഹാസഭാ സന്ദേശ് എന്ന മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ പ്രവർത്തന മികവുകൊണ്ട് ദേവികുളം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രത്യേക ആദരവും ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. സമൂഹ നന്മയ്ക്ക് ഉതകുന്ന കർമ്മരംഗങ്ങളിൽ സജീവമായിരുന്ന ശ്രീമതി ശ്രീജ ആർ ഒരു നല്ല അധ്യാപിക എന്ന സ്വപ്നവും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. രാമവർമ്മപുരം ഗവൺമെന്റ് HTTCയിൽ നിന്നും B.Edഉം സ്വന്തമാക്കി. ഇതോടൊപ്പം കുറവിലങ്ങാട് മേരി മാതാ കോളേജിൽ നിന്നും 1 വർഷത്തെ നഴ്സിംഗ് പഠനവും പൂർത്തിയാക്കി. തന്റെ അറിവിന്റെ ആവനാഴിയിലെ മറ്റൊരു തൂവലായി കൂട്ടിച്ചേർന്നു. അടുത്തു കഴിയുമ്പോഴറിയാം ഒരുവന്റെ ഉള്ളിലെ നന്മയും നൈർമല്യവും. അതെ, നമ്മുടെ സ്വന്തം ശ്രീജ ടീച്ചറും ഈ ഉദ്ധരണികൾക്ക് അർത്ഥവത്താണ്. കുട്ടികളെ അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്തേക്ക് മാത്രമായിരുന്നില്ല ടീച്ചർ നയിച്ചിരുന്നത്. ഓരോ കുട്ടിയെയും അവന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും കാലിടറാതെ കരുതലാകാനും ടീച്ചർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. അക്കാദമികവും ഭൗതികവുമായ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ശ്രീജ ടീച്ചർ ആയിരുന്നു. സ്കൂൾ തല, സബ് ജില്ലാതല മേളയുടെ നടത്തിപ്പ് ചുമതലകൾ, DRG, SRG റിസോഴ്സ് ഗ്രൂപ്പിലെ സജീവ പങ്കാളി, കുട്ടികളുടെ അച്ചടക്കത്തിലെ കർശന നിലപാട്, സ്കൂൾ ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെ നേതൃത്വ ഗുണം, വിവിധങ്ങളായ ക്ലബ്ബുകളുടെ ചുമതലകൾ, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് അവ ദൂരീകരിക്കുന്നതിലെ മാതൃഭാവം. ഏത് പ്രതികൂല സാഹചര്യത്തിലും രാവിലെ 9 മുതൽ 4:30 വരെ സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിലെ കൃത്യത, അർപ്പണ മനോഭാവം, സ്കൂളിനെയും കുട്ടികളെയും സഹപ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പോരാളിയെപ്പോലെ സധൈര്യം, ലാഭേച്ഛ കൂടാതെ മുന്നോട്ടിറങ്ങുന്നതിനുള്ള ആർജവം, ഇതെല്ലാമായിരുന്നു നമ്മുടെ സ്വന്തം ശ്രീജ ടീച്ചർ. തൻ്റെ ഇച്ഛാശക്തിയും മനസ്സിൻ്റെ നന്മയും പ്രവർത്തനങ്ങളിലെ ശുദ്ധതയും കൊണ്ട് കുട്ടികളെ സമൂഹത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്വൈത S. കൃഷ്ണ ടീച്ചറുടെ മൂത്ത മകൾ MBBS പഠനം പൂർത്തിയാക്കി താലൂക്ക് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഗോകുൽ S. കൃഷ്ണ MBBS പഠനത്തിലുമാണ്. തൻ്റെ സ്വന്തമായി കണ്ട് വിദ്യാർത്ഥികളെ സ്നേഹിച്ചിരുന്ന സുഹൃത്ത് സഹോദരി എന്ന നിലയിൽ സഹപ്രവർത്തകരോടും രക്ഷിതാക്കളോടും ഇടപെട്ടിരുന്ന ശ്രീമതി ശ്രീജ ടീച്ചർ മെയ് 31 വിരമിക്കുകയാണെന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസമാണ്. കാഞ്ഞിരമറ്റം സ്കൂളിന് തീരാ നഷ്ടവുമാണ്. ഓരോ വിടപറയലുകളും ഒരു തുടക്കം കൂടിയാണ്. സ്കൂളിനും കുട്ടികൾക്കും സമൂഹത്തിനും വേണ്ടി നാം ഒരുമിച്ച ഔദ്യോഗിക ജീവിതം മാത്രമാണ് വിരമിക്കുന്നത്. ഒരുമയുടെ ലോകം ഒരിക്കലും
വിരമിക്കുന്നില്ല. യാത്ര തുടരുക. പൂർത്തിയാക്കാൻ ബാക്കി വച്ച തുടക്കങ്ങളിലേക്ക്, പുതിയ തിളക്കങ്ങളിലേക്ക്. 1000 നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഹൃദയത്തിന് സ്വസ്ഥമായ തുടർ ജീവിതം ആശംസിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ടീം GHS കാഞ്ഞിരമറ്റം.